നമസ്കാരം. നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്. ചില വാക്കുകൾ കുലസ്ത്രീ, സ്ത്രീരത്നം, അങ്ങനെയുള്ള വാക്കുകളൊക്കെ. ആരാണ് ഈ കുലസ്ത്രീ? ആരെയാണ് നമുക്ക് സ്ത്രീരത്നം എന്നൊക്കെ പറയാൻ കഴിയുക? ഗുണങ്ങളെല്ലാം തന്നെ ദൈവികമാണ്. ആയതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ദേവതാ രൂപമായിട്ട് ഗുണങ്ങൾ നിലകൊള്ളുന്നുണ്ടെങ്കിൽ, അതിലവർ സമ്പൂർണ്ണകളാണെങ്കിൽ അവരെ നമുക്ക് കുലസ്ത്രീകളെന്ന് പറയാം. അവരെ തന്നെ നമുക്ക് സ്ത്രീരത്നങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. സ്ത്രീകളിൽ പ്രധാനമായിട്ട് 7 ഗുണങ്ങൾ സപ്തദേവതാ രൂപമായിരിക്കുന്ന 7 ഗുണങ്ങൾ ചേർന്നിരിക്കണം എന്നാണ് പറയുക. അങ്ങനെയുള്ള സ്ത്രീകളെ മുഴുവൻ ഗുണങ്ങളും ചേർന്നിരിക്കുന്ന, സപ്തദേവതാ രൂപമായിരിക്കുന്ന മുഴുവൻ ഗുണങ്ങളും ചേർന്നിരിക്കുന്ന സ്ത്രീകൾ ഉണ്ടായെന്ന് വരില്ല. അതുപോലെ വളരെയധികം കുറവായിരിക്കും, അത്രമാത്രം. സ്ത്രീയുടെ ധനം വാസ്തവത്തിൽ ഈ 7 ഗുണങ്ങളാണ്. അതിനെ നമുക്കിങ്ങനെ പറയാം: കീർത്തി, ശ്രീ, വാക്ക്, സ്മൃതി, മേധ, ധൃതി, ക്ഷമ. ഇതാണ് 7 ഗുണങ്ങൾ. കീർത്തി ശ്രീർവാക്ചനാരീണാം സ്മൃതിർമേധ ധൃതി ക്ഷമ. ഇത് ഏതാഹ, ഈ ഗുണങ്ങൾ. കീർത്തി ശ്രീ, വാക്മാധുര്യം, ഓർമ്മശക്തി, ബുദ്ധിശക്തി, ധീരത, ക്ഷമ, ഇതൊക്കെയാണത് മലയാളത്തിൽ പറയുമ്പോൾ. ഈ ഗുണങ്ങൾ ഇതിൽ പ്രമാണത്തിൽ പറയുന്നത് ഇതി ഏതാഹ ഉത്തമാഹ സ്ത്രീണാം അഹമസ്മി. ഇത് സ്ത്രീകളിൽ വിളങ്ങുമ്പോൾ അവിടെ ആ രൂപത്തിൽ, ആ ഗുണരൂപത്തിൽ വിളങ്ങുന്നത് ഞാനാകുന്നു. ഭഗവാൻ പറയുകയാണ്, അഹമസ്മി, ഞാനാകുന്നു. അവളിൽ ഞാൻ ഗുണമായിട്ട് വിളങ്ങുന്നു എന്ന് സാരം. നമുക്കിതിൽ ഓരോന്നും നമുക്ക് എടുത്തു നോക്കാം. കീർത്തി, അത് കീർത്തി പല രൂപത്തിൽ നമ്മൾ ഇന്നലെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞു. കീർത്തി പല രൂപത്തിലുണ്ട്. ദുഷ്കീർത്തിയുണ്ട്, സത്കീർത്തിയുണ്ട്. ഇവിടെ ഒരു കുലസ്ത്രീയിൽ, ഒരു സ്ത്രീരത്നത്തിൽ ആ ഗുണങ്ങൾ വന്നു ഭവിക്കുമ്പോൾ അതിൽ കീർത്തിയുടെ അർത്ഥം വരുന്നത് ധർമാചരണം കൊണ്ട് ലഭിക്കുന്ന കീർത്തി എന്നാണ് അർത്ഥം വരുന്നത്. യശസ്, കീർത്തിക്ക് യശസ് എന്നൊരു പേര് പറയാൻ പറ്റും. കീർത്യതേ ഇതി, കീർത്തിക്കപ്പെടുന്നത് എന്തോ അത്, നല്ലവണ്ണം പറയപ്പെട്ടത്, അങ്ങനെ അർത്ഥം വരുന്നുണ്ട്. ഇത് സ്വധർമ്മനിഷ്ഠയിൽ നിന്നുണ്ടാകുന്നതാണ്. ഒരു സ്ത്രീയുടെ പ്രധാനമായിട്ടുള്ള ധർമ്മനിഷ്ഠ, അതിൽ പ്രധാനമായിരിക്കുന്ന അവരുടെ പ്രവൃത്തി, കർമ്മപദ്ധതി, അത് തനിക്കുണ്ടാവുന്ന മക്കളെ സത്പ്രജകളായിട്ട് വളർത്തുക എന്നുള്ളതാണ്. ഒരുവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി അതാണ്, മക്കളെ സത്പ്രജകളായിട്ട് വളർത്തുക. അഥവാ സത്പ്രജകളാക്കി മാറ്റുക. തൻ്റെ കയ്യിൽ കിട്ടുന്ന തൻ്റെ മക്കൾ
അവർ റോ മെറ്റീരിയലാണ് വാസ്തവത്തിൽ. അവരുടെ ചിന്തകൾ വികസിച്ചിട്ടുണ്ടാവില്ല, മനസ്സും ബുദ്ധിയൊന്നും വികസിച്ചിട്ടുണ്ടാവില്ല, നടക്കാൻ പോലും കഴിയില്ലല്ലോ. ആയിക്കൂടി അതിനറിയുന്നത് വിശക്കുമ്പോൾ കരയാൻ അത്ര മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരു കുട്ടിയെ ആ കുടുംബത്തിനും ആ കുടുംബം ഉൾപ്പെടുന്ന അവരുടെ ദേശത്തിനും അവസാനം ഈ മഹാരാജ്യത്തിനും ഉപയുക്തമാകുമാറ് ഉള്ള ഒരു സത്പ്രജയായിട്ട് മാറ്റിയെടുക്കുക. അതാണ് ഒരു മാതാവിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി, ചുമതല. ഈ മഹാരാജ്യം ഒരു വലിയൊരു സൗധമാണെങ്കിൽ ആ സൗധം ഉറച്ചു നിൽക്കണമെങ്കിൽ അതിൻ്റെ അടിക്കല്ലുകളും മേൽക്കല്ലുകളും അതുറപ്പുള്ളതായിരിക്കണം. എല്ലാ ഇഷ്ടികയും നല്ല വിധത്തിൽ മണ്ണ് അരച്ച് കുഴച്ച് രൂപത്തിലാക്കി ചുട്ടെടുത്തതായിരിക്കണം. അതിൽ ഒരു ഇഷ്ടിക ബലം കുറഞ്ഞാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ ബലം മൊത്തത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്ന സാരം. ആയതുകൊണ്ട് തന്നെ മക്കളെ സത്പ്രജകളാക്കി വളർത്തുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എത്തിക്സ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, എക്സിസ്റ്റൻസ് ഉണ്ട്. എക്സിസ്റ്റൻസ് പറഞ്ഞാൽ നിലനിൽപ്പ്. ആ നിലനിൽപ്പ് ആഹാര കാര്യങ്ങളിൽ ഒതുങ്ങുന്നതാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, റോട്ടി കപ്പട മക്കാൻ, അതിലൊതുങ്ങി നിൽക്കുന്നതാണ്. അതിന് വേണ്ടുന്നത് ധനസമ്പാദനം, ഒരുപാട് ധനമുണ്ടാക്കുക. ഈ ലോകം, ഈ കാണുന്ന ലോകത്തിൽ നിന്ന്, ഇളകുന്ന ലോകത്തിൽ നിന്നുള്ള മെറ്റീരിയലുകൾ സ്വീകരിക്കുക. അതേ സമയത്ത് അത്തരം ആൾക്കാർ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആൾക്കാർ ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ട് നമ്മൾ ആരും സ്മരിക്കുന്നില്ല. പക്ഷെ നമ്മൾ പറയാം അദ്ദേഹം വലിയവനായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും പണത്തിൻ്റെ പേരിലല്ല, അല്ലെങ്കിൽ ആളുടെ വലുപ്പത്തിൻ്റെ പേരിലല്ല, അല്ലെങ്കിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങളുടെ പേരിലല്ല. അതിന് പകരം അദ്ദേഹം കാത്തു സൂക്ഷിച്ച എത്തിക്സും വാല്യൂസും, അദ്ദേഹം കാത്തു സൂക്ഷിച്ച ചില നൈതികതയും അതുപോലെ മൂല്യങ്ങളും, അതിൻ്റെ പേരിലാണ് നമ്മൾ, അതാണ് മുദ്രകളായിട്ട് ശേഷിപ്പിച്ചു പോകുമ്പോൾ നമ്മളെ സ്മരിക്കുന്നത്. മഹാത്മാഗാന്ധിയെ സ്മരിക്കുന്നത് അങ്ങനെയാണ്. പണത്തിൻ്റെ പേരിലാണോ, അദ്ദേഹത്തിൻ്റെ രൂപസൗമാര്യത്തിൻ്റെ പേരിലാണോ, അതുപോലെ ഒരുപാട് ആളുകൾ. അപ്പം ആയതുകൊണ്ട് തന്നെ കുട്ടികളെ സത്പ്രജകളാക്കി മാറ്റി മക്കളെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടി മാത്രമാകരുത് ഈ ജന്മം. അതിലുപരി നിങ്ങളിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ഒരുപാട് മൂല്യങ്ങളാണ്, നീതിധർമ്മങ്ങളാണ് എന്ന് പറയുകയും അത് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്ന, അതിൻ്റെ പേരിലുണ്ടാകുന്ന യശസ്, അതിനെയാണ് കീർത്തി എന്ന് പറയുന്നത്. കുലസ്ത്രീ ആയിട്ടുള്ളൊരുവളിൽ, സ്ത്രീ രക്തം എന്ന് നമ്മൾ പറയപ്പെടുന്ന ഒരുവളിൽ നമുക്ക് ഈ ഗുണം കാണാൻ കഴിയും. ഈ ദേവതാസ്വരൂപമായിട്ടുള്ള ഗുണം കാണാൻ കഴിയുമെന്ന് സാരം. അതിന് ഉദാഹരണത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ പ്രിയപത്നി ശാരദാദേവി. രാമകൃഷ്ണ പരമഹംസൻ പലപ്പോഴും ഈ ലോകത്തിലാവില്ല ജീവിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ വേലൂര് അഥവാ അദ്ദേഹം വസിച്ചിരുന്ന വീടിനകത്ത് സാക്ഷാൽ വിവേകാനന്ദനെ വരെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അല്ലെങ്കിൽ വിവേകാനന്ദനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം. അഥവാ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ വിവേകാനന്ദൻ ഭയപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ അദ്ദേഹം നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ മകനെ എന്ന് പറഞ്ഞ് വിളിച്ച് അവരാഹാരം കൊടുക്കും. ആ ആഹാരം കഴിക്കുമ്പോഴേക്കും അവിടെയുള്ള ശിഷ്യഗണങ്ങളുടെ മനസ്സ് മാറിയിട്ടുണ്ടായിരിക്കും. വേറൊരു ഉപദേശവുമില്ല. അപ്പോൾ ഈ മനസ്സ് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാമകൃഷ്ണ മിഷൻ ആര് ചെന്നാൽ ആദ്യം ചോദിക്കുക, ആദ്യം പറയുക, ചോദിക്കലല്ല, ആഹാരം കഴിച്ചിട്ട് വരൂ എന്നാണ് പറയുക. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണെങ്കിൽ പ്രാതൽ കഴിച്ചിട്ട് വരൂ, ഉച്ചയ്ക്കാണെങ്കിൽ ആഹാരം കഴിച്ചിട്ട് വരൂ. അപ്പോഴേക്കും വിളിക്കും, ചന്ദ്ര ദേവർക്ക് ആഹാരം കൊടുക്കുന്നു. നമ്മൾ ആഹാരം കഴിച്ചിട്ടാവും ചെല്ലുന്നുണ്ടാവുക. അയ്യോ ഞങ്ങൾ ആഹാരം കഴിച്ചു, എന്നാലും പ്രസാദമായിട്ട് കുറച്ച് കഴിച്ചോളൂ എന്ന് പറയും. അത് ശാരദാദേവി ഉണ്ടാക്കി വെച്ച വലിയൊരു ഗുണമാണ്. അശ്വത്ഥാമാവിൻ്റെ കാര്യത്തിൽ പാഞ്ചാലി യുദ്ധമെല്ലാം കഴിഞ്ഞു, തൻ്റെ 5 മക്കളെ കൈനിലയിൽ വെച്ച്
വധിച്ചു. അശ്വത്ഥാമാവ് രഹസ്യമായിട്ട് കൈനില കത്തിച്ചു, മക്കളേക്കെല്ലാം കൊന്നു. യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണെന്ന് മനസ്സിലാക്കണം. ആ അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി കൊല്ലണം എന്ന് ശ്രീകൃഷ്ണൻ പേർത്തും പറഞ്ഞു. പാഞ്ചാലിയോടെ പറയണേ, പാഞ്ചാലി ഇവനാണ് നിൻ്റെ 5 മക്കളെയും കൊന്നത്, ആയതുകൊണ്ട് അവനെ ഞങ്ങൾ കൊല്ലാൻ പോവുക. പാഞ്ചാലി പറഞ്ഞു അരുത്. കാരണം അശ്വത്ഥാമാവിൻ്റെ അച്ഛന് ദ്രോണാചാര്യരുടെ മകനാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിനെ കൊന്നു കഴിഞ്ഞാൽ അവൻ്റെ അമ്മ ഒരു മകൻ മാത്രമേ അവർക്ക് അവശേഷിച്ചിട്ടുള്ളൂ. അവൻ ഏത് വിധത്തിലുള്ള ആളായാലും അവനെ കൊന്നു കഴിഞ്ഞാൽ 5 മക്കൾ നഷ്ടപ്പെട്ട ഞാൻ, അവർക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ ഒരു മകനെ കൊല്ലൂ എന്ന് ഞാൻ പറയില്ല, കൊല്ലരുത് എന്ന് ഞാൻ പറയും. അങ്ങനെ അശ്വത്ഥാമ അവനെ കൊല്ലാതെ വിടുകയാണ് ചെയ്തത്. അതിന് കാരണം പാഞ്ചാലിയാണ്. അപ്പോൾ ഇവരൊക്കെ അതിൻ്റെ പേരിലൊക്കെയാണ് ഇവർക്ക് കീർത്തി ഉണ്ടാകുന്നത് എന്ന് സാരം. സത്കീർത്തി. കീർത്തി ശ്രീർവാക്ച നാരീണാം സ്മൃതിർമേധാ ധൃതിഹി ക്ഷമ. ശ്രീഹി എന്താണ്? ശ്രീഹി അഥവാ നമ്മൾ മലയാളത്തിൽ ശ്രീത്വം ഒരുപാട് കണ്ടില്ലേ. ശ്രീദേവി, ലളിതശ്രീ, ശ്രീവിദ്യ, ശ്രീ ചേർത്ത് ഒരുപാട് പേരുകളുണ്ട് നമുക്ക്. എന്താണ് ഈ ശ്രീ? അത് വാസ്തവത്തിൽ മുഖത്തിൻ്റെ തേജസ്സല്ല, മൂക്കിൻ്റെ നീളം അല്ലെങ്കിൽ പുരികത്തിൻ്റെ മനോഹാരിത അല്ല. അത് ആത്മതേജസ്സാണ്, അന്തർഭാവങ്ങളുടെ മാധുര്യമാണ്. സൗന്ദര്യാർത്ഥത്തിനും പറയാറുണ്ട്, എന്തൊരു ശ്രീയ അവരുടെ മുഖം കാണാൻ. അപ്പം മുഖന്നേ പറയുള്ളൂ കേട്ടോ. ശാന്തമായിട്ടുള്ള ഭാവം കൊണ്ട് ഉള്ള സൗന്ദര്യത്തിൻ്റെ പുറകിൽ ശാന്തതയുണ്ടെങ്കിൽ, ബാഹ്യ സൗന്ദര്യത്തിൻ്റെ പുറകിൽ ആത്മതേജസ് ഉണ്ടെങ്കിൽ, ധർമ്മപ്രവർത്തനത്തിലൂടെ ഉളവാകുന്ന ആത്മതേജസ് ഉണ്ടെങ്കിൽ ആ സൗന്ദര്യം 10 മടങ്ങായിട്ട് വർദ്ധിക്കും. പലപ്പോഴും നമ്മൾ കാണുന്ന പ്രശസ്തരായിട്ടുള്ള ആളുകൾ അവർ വലിയ സൗന്ദര്യമുള്ള ആളുകളായിരിക്കില്ല. ഛത്രപതി ശിവജി പലപ്പോഴും വിലപിക്കാറുണ്ട്, ഞാൻ ഉയരം കുറഞ്ഞവനായല്ലോ, സൗന്ദര്യമില്ലാത്തവനായല്ലോ എന്ന്. നമ്മൾ കാണുന്ന പടത്തിലുള്ള ആളൊന്നുമല്ല ഛത്രപതി ശിവജി. പക്ഷെ അദ്ദേഹത്തെ ആളുകൾ ആരാധിക്കുന്നുണ്ട്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ്, അദ്ദേഹത്തിൻ്റെ വീര്യം. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് നമ്മൾ സൗന്ദര്യം കാണുന്നത് സാരം. ആത്മതേജസ്സില്ലാത്ത സ്ത്രീകൾ അവർ കുലനാശിനികളാണെന്നാണ് പറയുക. കുലമഹിമക്കെടുത്തി കുടുംബത്തെ നരകമാക്കും. മക്കളെ തമ്മിൽ തല്ലിക്കും. മക്കളുടെ ഒരു പക്ഷത്ത് ചേരും. ആ മാതാവ് അല്ലെങ്കിൽ ആ സ്ത്രീ ആ കുടുംബത്തെ ശിഥിലമാക്കി കളയും. ആത്മതേജസ് ഉണ്ടെങ്കിലോ, എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഒറ്റ വിരലുകൊണ്ട് അരുത് എന്ന് പറഞ്ഞാൽ, അരുത് പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ കാണിച്ചാൽ മതി, അവിടെ നിൽക്കുമെല്ലാം. പക്ഷെ അതിനുള്ള ആത്മതേജസ് അവർക്കുണ്ടാകണമെന്നർത്ഥം. അങ്ങനെ ആത്മതേജസ്സില്ലാത്തൊരുവൾ, അവളുടെ പ്രവൃത്തിയും തേജസ് കുറഞ്ഞതായിരിക്കും. ആയതുകൊണ്ട് തന്നെ അവൾക്കുണ്ടാകുന്ന മക്കൾ അത് കണ്ട് പഠിക്കും. ഏതെങ്കിലും അപ്പുറത്ത് ആരെങ്കിലും നല്ലൊരു വസ്ത്രം ധരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ അപ്പുറത്തുള്ളൊരുവൻ്റെ വിഭൂതി കണ്ട് അവരുടെ ഈ സ്ത്രീയുടെ മകൻ അല്ലെങ്കിൽ മകള് എന്തെങ്കിലും അസൂയപ്പെടുമ്പോൾ അവർ പറയണം, അവരുടെ അച്ഛൻ ആരാണെന്നറിയോ? പഠിച്ചു വലിയ ആളാണ്, രാജ്യം ഭരിക്കുന്ന ആളാണ്, പണക്കാരനാണ്, അതുപോലെ നമ്മളാകരുത്, നമ്മളങ്ങനെ മോഹിക്കരുത്. ആ രീതിയിൽ അവരുടെ അസൂയ, പൗഷന്യം, പോര് എന്നിത്യാദി കാര്യങ്ങൾ താരതമ്യം ചെയ്യാനുള്ള അവരുടെ താല്പര്യത്തെ കുറച്ചു കൊണ്ടുവരുന്നവളാണ് വാസ്തവത്തിൽ ആത്മതേജസ്സുള്ളവൻ. അതില്ലെങ്കിൽ മക്കളെ എന്തെങ്കിലും ആരെയും കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ പറയണം, നീ പോയിട്ട് 2 വെച്ച് കൊടുത്തോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന സ്ത്രീകളുമുണ്ട്. അവിടെ സത്പ്രജാ സൃഷ്ടിക്ക് ഭംഗം വരികയാണ് ചെയ്യുന്നത്. താൽക്കാലികമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട്
ആ കർമ്മങ്ങളിൽ മാത്രം മുഴുകുന്നവരായിട്ട് മക്കളെ വളർത്തുമ്പോഴൊന്നുണ്ടാകുന്നു അവരിൽ ഒരിക്കൽ പോലും നീതിബോധമുണ്ടാകുന്നില്ല, ധർമ്മബോധമുണ്ടാകുന്നില്ല, മൂല്യങ്ങളുണ്ടാകുന്നില്ല എന്ന് സാരം. പ്രജാസൃഷ്ടി നടക്കും. അതെല്ലാ വർഷവും ഒരു കുട്ടി വെച്ച് നടക്കും, 16 പെറ്റ് എന്നല്ലേ പറയുക. ദീർഘസുമംഗലിയായി വാഴുക, 16 പെറ്റെന്നാണ് പറയുക. അന്ന് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, 16 പെറ്റുള്ള ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, അതിലപ്പുറം പെറ്റിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ പ്രജാസൃഷ്ടി നടക്കും, പക്ഷേ സ്വപ്രജാസൃഷ്ടി നടക്കില്ല. അവരിലുണ്ടാകുന്ന പ്രജകൾ മുഴുവൻ മൂർഖന്മാരായിട്ട് മാറുന്നു, അരോഗൻ്റായിട്ട് മാറുന്നു എന്ന് സാരം. മക്കളുടെ ആന്തരികവും ഭൗതികവുമായുള്ള അവസ്ഥകൾക്കനുസരിച്ചുള്ള കർമ്മമണ്ഡലം, ആ കർമ്മമണ്ഡലം തിരഞ്ഞെടുത്ത് അതിൽ ആനയിച്ച് ആ മണ്ഡലത്തിൽ മനസ്സാ വരിസാ കർമ്മണ പ്രവർത്തിക്കാനുള്ള ശേഷി കൂടി ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർ ഒരു കുലസ്ത്രീയായിട്ട് മാറുന്നത്. അങ്ങനെ മക്കളെ ഒരുക്കാൻ കഴിയുമ്പോഴാണ് അവർ ഒരു സ്ത്രീ രത്നമായിട്ട് മാറുന്നത്. അതിലൂടെ അവർ കെട്ടി ഉയർത്തുന്നത് രാജ്യത്തെയാണ് വാസ്തവത്തിൽ. ആ കാര്യത്തിൽ കൂടുതൽ കഴിയുന്നത് എപ്പോഴും മക്കളോടൊപ്പം കഴിയുന്ന സ്ത്രീകൾക്കാണ്, മാതാവിനാണ്, പിതാവിനല്ല. കുന്തി ദേവിയുടെ ഒരു കഥ പറയുന്നുണ്ട്. ഭീമൻ ബകാസുരനെ നേരിടാൻ പോവുകയാണ്. അവരായിട്ടാണ് പറയുന്നത്, നിങ്ങളാരും പോകേണ്ട, ഏകചക്രയിൽ എൻ്റെ മകൻ പോയിക്കോളും. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വിധി ഇതാണ്, ഞങ്ങളുടെ ഓരോരുത്തർ ഒരു വണ്ടിയായിട്ട് പോവും, അയാളെ വരെ പിടിച്ചു തിന്നും ആ ബകാസുരൻ. അപ്പോൾ ഇനി മേലിലുണ്ടാവില്ല, എൻ്റെ മോനെ പിടിച്ചു തിന്നോട്ടെ. ഒരു അത്ഭുതപ്പെട്ടു പോയി. ഏതെങ്കിലും ഒരു വീട്ടിലെ ആ ഊഴം വരുമ്പോൾ ആ വീട്ടുകാർ മുഴുവൻ മരണവീട് പോലെയാണ്. എന്നാൽ ആ പോകുന്ന ആൾ പിന്നെ തിരിച്ചു വരില്ല. അവിടെയാണ് സ്വയം ഏറ്റെടുക്കുന്നത്, എൻ്റെ മകൻ പോയിക്കോളുമെന്ന്. അന്ന് കുന്തി ദേവിയോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? പിന്നീട് ചോദിച്ചപ്പോൾ പറയാണ്, ദുശാസനാദികളെ നേരിടാൻ പോകുന്നവനാണല്ലോ ഭീമൻ. ബകാസുരനെ നേരിടാൻ കഴിഞ്ഞില്ല, പിന്നെ ദുര്യോധനെയും ദുശാസനെയും എങ്ങനെയാണ് നേരിടുക? ആയതുകൊണ്ട് ബകാസുരനെ നേരിട്ട് എൻ്റെ മകൻ മരിക്കുകയാണെങ്കിൽ അങ്ങനൊരു മകൻ എനിക്ക് വേണ്ട. എൻ്റെ 5 മക്കളെ ഞാൻ വളർത്തുന്നത് ദുര്യോധനാദികളോട് യുദ്ധം ചെയ്യാനാണ്. ഇത്തരം ഈ രീതിയിൽ മക്കളെ വാർത്തെടുക്കുന്നത്, അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതം ആ രീതിയിലാക്കി മാറ്റുന്നു. തൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികൾ കൊണ്ട് അവർ പ്രചോദിതരാകുന്നു. ഇവരൊക്കെയാണ് നമ്മൾ ശ്രീ ഉള്ളവർ എന്ന് പറയുക. വെറുതെ ശ്രീദേവി എന്ന് പേരിടരുത് കേട്ടോ. ശ്രീ ഉണ്ടാകണം എന്നർത്ഥം. വാക്ക്, കീർത്തി, ശ്രീർ വാക്ക്. വാക്ക് എന്ന് പറഞ്ഞാൽ വചനം, നമ്മൾ സംസാരിക്കുന്ന കാര്യം വചനം തന്നെ. ദുരിത നിവാരണിയായിട്ടുള്ള വാക്ക് അഥവാ വചനം. സംസാര ദുരിതനാശിനിയായിട്ടുള്ള വാക്ക് സാന്ത്വനം എന്ന് പറയില്ലേ. ഭാര്യയും ഭർത്താവും അവർ ചിലപ്പോൾ 2 ലോകത്തിലായിരിക്കും ഉണ്ടാകുക. ഭാര്യ ഇന്ത്യയിലായിരിക്കും, ഭർത്താവ് അമേരിക്കയിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാകുക. പക്ഷെ ഭാര്യയ്ക്കൊരു തലവേദന വരുമ്പോൾ ഭർത്താവ് വിളിച്ചു ചോദിക്കുകയാണ്, പിറ്റേ ദിവസം വിളിച്ചു ചോദിക്കുകയാണ്, തലവേദന കുറവുണ്ടോ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ, നന്നായിട്ട് വിശ്രമിക്കണം കേട്ടോ എന്നിത്യാദി കാര്യങ്ങൾ പറയുമ്പോൾ ആ തലവേദന കുറച്ച് കുറയും. അതിനാണ് സാന്ത്വനം എന്ന് പറയുക, ഒരു ഹീലിംഗ് പവർ. അത് വാക്കുകളുടെ വരണമെന്നർത്ഥം. വഴി കൂടെ പോകുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ആ സുഖമല്ലേ ചോദിക്കില്ലേ? അതുവരെ സരളമായ മൃദുവായ ശബ്ദത്തിൽ, ആ കുറേ കാലമായാലോ കണ്ടിട്ട്, സുഖല്ലേ, വീട്ടിലെല്ലാവർക്കും സുഖല്ലേ എന്ന് ചോദിക്കുന്ന ഗ്രാമത്തിൽ പണ്ട് കാണാം. ഇപ്പം അതില്ല. ഗുഡ് മോർണിംഗ് ബോംബ് വിടുന്ന പോലെ വിടുക ചെയ്യുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സംസാര ദുരിതനാശിനിയായിട്ടുള്ള വാക്ക്, എല്ലാവർക്കും ദുഃഖങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളായിട്ടുണ്ടാകുക. അവരവരുടെ പ്രശ്നമാണ് ഏറ്റവും വലുത്. ഒരാളുടെ കയ്യിൻ്റെ വിരലുമേ ഒരു സൂചി കുത്തി കയറി, അന്ന് ഒരാൾ ഈ വിരലിങ്ങനെ പിടിച്ച് കിടക്കുക. അപ്പോൾ ആൾക്കാർക്ക് എന്താ പ്രശ്നം? ഒന്നും പറയണ്ട,
എന്താ കൈൻ്റെ വിരൽ കണ്ടില്ലേ? ഒന്നും കാണാനല്ലോ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സൂചി കുത്തി കയറിയെന്ന്. ഇത് പറയുന്ന ആരോടെന്ന് അറിയാമോ? ഒരു മാസം മുമ്പ് അയാൾ ഒരു അപകടത്തിൽ പെട്ട് കൈ മുറിച്ച് കളയേണ്ട വന്നു. അയാളോട് പറഞ്ഞ സൂചി കുത്തി കയറിയ കാര്യം അവരവരുടെ ദുഃഖമാണ് വലുത്. അപ്പോൾ എല്ലാവർക്കും വലിയ ദുഃഖങ്ങളുണ്ട് എന്ന് സാരം. പ്രസവിക്കാത്ത സ്ത്രീക്ക് വന്ധ്യത അവർക്കതൊരു പ്രശ്നമാണ്, അനപത്യത. 5 മക്കളുള്ള സ്ത്രീക്കും ദുഃഖമാണ്. കാരണം 5 മക്കളും പെൺകുട്ടികളാണ്, അത് അവരുടെ ദുഃഖം. അപ്പം ആയതുകൊണ്ട് തന്നെ ദുഃഖം എപ്പോഴും ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ദുഃഖവും അമേരിക്കക്കാർക്ക് അമേരിക്കൻ ദുഃഖമാണ്. നമ്മുടെ ഗ്രാമത്തിലുള്ള കുട്ടികൾക്കൊരു സൈക്കിള്, അത് കിട്ടാത്തതാണ് ദുഃഖം. അമേരിക്കയിലുള്ള വീട്ടുകാർക്കോ അവർ വീട്ടിൽ ഒരു കാറേ ഉള്ളൂ, രണ്ടാമതൊരു കാറില്ല എന്നായിരിക്കും അവരുടെ ദുഃഖം. അപ്പം ആയതുകൊണ്ട് തന്നെ ദുഃഖം എല്ലാവർക്കും ഉണ്ട്. ആ ദുഃഖത്തിന് എപ്പോഴും വേണ്ടുന്നൊരു സാന്ത്വനമാണ് വേണ്ടത്. എല്ലാം ശരിയാവും കേട്ടോ, അതൊരു സാന്ത്വന വാക്കാണ്. എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഒരു ദുഃഖത്തിന് ഒരു സുഖമുണ്ടായിരിക്കും, ഒരു ഇറക്കത്തിന് ഒരു കയറ്റം ഉണ്ടായിരിക്കും, ഒരു വേനലിന് ഒരു വർഷം ഉണ്ടായിരിക്കും. അതൊക്കെ ഭംഗിയായിട്ട് പറയുമ്പോൾ കുറേയൊക്കെ നമ്മുടെ മനസ്സ് തണുക്കും. നമ്മുടെ ദുഃഖത്തിന് ഒരു അളവ് വരെ അറുതി ഉണ്ടാവും. അത് പറയുന്ന ചില ആളുകളുണ്ട്. അവരെയാണ് അവരുടെ വാക്കുകളെയാണ് നമ്മളിവിടെ ദേവതാ സ്വരൂപമായിട്ട് കാണുന്നത് എന്നർത്ഥം. സർവഗുണങ്ങളെയും പ്രകാശിപ്പിക്കുന്ന വാക്കുകൊണ്ട് കുടുംബത്തെയും കുലത്തെയും രക്ഷിക്കുന്നവൾ ആരോ അവളാണ് കുലപാലിക. വാക്കുകൊണ്ട്. നല്ല വാക്ക് സരസ്വതിയാണ്. നല്ല വാക്കിനെയാണ് സരസ്വതി എന്ന് പറയുക. സ്ത്രീയുടെ താരാട്ട് കണ്ടിട്ടുണ്ടോ? സ്ത്രീക്ക് താരാട്ട് പറ്റുള്ളൂ. കേരളത്തിൽ നമ്മുടെ സിനിമാ ഗാനങ്ങളുണ്ട്, നാടക ഗാനങ്ങളുണ്ട്. അവിടെ എവിടെയും പുരുഷന്മാരുടെ താരാട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് സീത സിനിമയിൽ ഞാൻ കേട്ടിട്ടുള്ള ഇപ്പോഴും മനസ്സിലുണ്ട്, പാട്ടുപാടി അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അത് സ്ത്രീകൾ പാടുമ്പോൾ അതിന് ഇരട്ടി മധുരമാണ്. ഇരയമ്മൻ തമ്പി എഴുതിയ പാട്ട്, അതിനെ കവച്ചു വയ്ക്കാൻ വേറെ പാട്ടില്ല എന്നാണ് പറയുക. ഓമന തിങ്കൾ കീടാവോ നല്ല ആ പാട്ട്. അപ്പം അതൊക്കെ നല്ല വാക്കുകളിൽ പെടുന്നുണ്ട്. വാക്കുകൾക്ക് തന്നെ ഒരു സംഗീതം. പാലക്കാട്ടുകാർ പറഞ്ഞ പോലെ സുഖമാണെന്ന് വെച്ചാൽ എന്തൊരു കാര്യം പറഞ്ഞാൽ ഒരു നീട്ടലുണ്ട്. അങ്ങനെയോ അതെയോ, അതൊക്കെ ഈ വാസ്തവത്തിൽ അതിലൊരു സംഗീതാത്മകത ചേർത്തിട്ടുള്ള മൃദുലമായിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നമുക്കൊരു ആശ്വാസം, ഒരു കുളിർമ അനുഭവപ്പെടുന്നു എന്നർത്ഥം. സ്ത്രീയുടെ താരാട്ട്, ആർക്കാണ് താരാട്ട് പാടേണ്ടത്? അവരുടെ കുഞ്ഞിന്. പ്രത്യേകിച്ചും തൊട്ടിൽ കിടത്തുന്ന കുട്ടിനെയാണ് ആട്ടിക്കൊണ്ട് വാവോ വാവോ എന്ന്. ആ താരാട്ട് അവരുടെ ഭർത്താവിനും കൊടുക്കാം. അദ്ദേഹം പുറത്തു പോയിട്ട് ആ കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടുന്ന സംഭാരങ്ങൾ തീർക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങൾ അവർക്കുണ്ടാവും. ഏത് ജോലിയിലാണെങ്കിലും അതുണ്ടാകും. അവിടുത്തെ മേലാളന്മാർ ചിലപ്പോൾ ഇവരെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സങ്കടമായിട്ട് ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ സാരി വാങ്ങിച്ചില്ലേ എന്ന് ചോദിച്ചാൽ സ്ഥിതി എന്താ? എത്ര ദിവസമായി പറയണു സാരി വാങ്ങിക്കണമെന്ന്? അതേ സമയത്ത് മുഖം കുറച്ച് മ്ലാനമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ സ്ത്രീ പറയാം, എന്താ മനസ്സിൽ വിഷമം? എന്താ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കലേ? എന്നിത്യാദി വാക്കുകൾ അവരുടെ വിഷമത്തെ മാറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിൽ കുളിർമഴ പെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ കുഞ്ഞിനും താരാട്ട് വേണം, ഭർത്താവിനും താരാട്ട് വേണം. സത്യവും ഹിതവും അതുപോലെ മധുരവുമായിട്ടുള്ള പ്രിയവുമായിട്ടുള്ള വാക്കുകൾ അത് സംഭാഷണങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നർത്ഥം. സത്യമാണ് പറയേണ്ടത്, അത് ഹിതമാണ് പറയേണ്ടത്, അത് പ്രിയമായിട്ട് പറയണം. ഹിതമായിട്ട് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെങ്കിലും ഏറ്റുവാങ്ങാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ ഈ പോകുന്ന വഴി തെറ്റായിട്ടുള്ള വഴിയാണ്, ഈ വഴി കൂടെ പോകാനാണ് ഉദ്ദേശമെങ്കിൽ അടികൊള്ളൂ കേട്ടോ എന്ന് കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ചിലപ്പോൾ അവൻ ആ വഴിക്ക് തന്നെ പോയി എന്ന് വരും. പക്ഷെ അമ്മയാണ് എന്താ പറയുക, മോനെ ആ വഴിക്ക് പോകണ്ടാട്ടോ,
അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്, അതിലുണ്ടല്ലോ നമ്മളുടെ ആ ഇന്ന ആളുണ്ടല്ലോ, അയാൾ അതിലാണ് വീണ് മരിച്ചത്, അതിന് പോകണ്ടാട്ടോ. അതും അച്ഛൻ പറഞ്ഞ ഒരേ കാര്യമാണ്. അച്ഛൻ പറഞ്ഞത് ഹിതകരമായിട്ടുള്ള കാര്യം, അതേ കാര്യം തന്നെ പ്രിയതരമായിട്ട് അമ്മ പറഞ്ഞു എന്ന് മാത്രം. ആയതുകൊണ്ട് തന്നെ സത്യം മറച്ചു വയ്ക്കരുത്, ഹിതം മറച്ചു വയ്ക്കരുത്, പക്ഷെ മധുരമായിരിക്കണം, പ്രിയമായിരിക്കണം വാക്കുകൾ എന്നർത്ഥം, സംഭാഷണങ്ങൾ. സ്ത്രീകൾ ഗുണവതികളായി കഴിഞ്ഞാൽ ലോകം അതിവേഗം സത്യത്തോടടുക്കും. ഇവിടെ വാക് ശബ്ദത്തിന് തിരുനാമങ്ങൾ എന്നർത്ഥമുണ്ട്. അതത് മതങ്ങൾക്ക് അവരവരുടേതായുള്ള പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളിലുള്ള നാമങ്ങൾ, ആ നാമങ്ങൾ, അവരുടെ മന്ത്രങ്ങൾ, അതെല്ലാം ഏത് സമയത്തും മനസ്സിൽ നിറഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനനുസന്ധാനം ചെയ്യണം ദിവസേന. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകുന്നു? സംഭാഷണത്തിനിടയിൽ ആ വചനങ്ങൾ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് പുറത്തു വരും. അതും മധുരതരമായിരിക്കുന്ന അർത്ഥം. മുത്തശ്ശി കഥകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ പരിണാമത്തെ വലിയ രൂപത്തിൽ അതിന് കാരണമാകുന്നുണ്ട്. അത് മനസ്സിലാക്കുക ഒരു പ്രായം കഴിയുമ്പോഴായിരിക്കും. മുത്തശ്ശി കഥകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉയർന്നു വരാൻ തുടങ്ങും. ആയതുകൊണ്ട് തന്നെ അതും അവരുടെ ആ വാക്കുകളും അത് ദേവതാ സ്വരൂപങ്ങളാണ്. അടുത്തതാണ് സ്മൃതി. ചിരാനുഭൂത സ്മരണ ശക്തി, അതാണ് സ്മൃതി. നിത്യനൈമിത്തികമായിട്ടുള്ള കർമ്മങ്ങൾ ഓർമ്മിക്കുക, വേണ്ടുന്നത് ചെയ്യുക. ഒരു കുടുംബം വാങ്ങുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ, അതുപോലെ ആ ഗ്രാമത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള അഭ്യുന്നതിക്കും ഭംഗിയായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടും ചില കർമ്മ പദ്ധതികളുണ്ട്. നമ്മളതിനെ ആചാരവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു മാത്രം. വർഷത്തിലൊരിക്കൽ വീടിനകത്ത്, ആ ദിവസം ഞാൻ ഓർക്കുന്നില്ല, വീടിനകത്ത് മുഴുവൻ അതിനകത്ത് കട്ടിലിൻ്റെ അടിയിലും തട്ടിൻ്റെ മുകളിലും അവിടെയും പിടിക്കും കണ്ണി കണ്ട മൂർക്കമ്പാമ്പ് വരെ അതിനകത്തുണ്ടാവും. നമ്മൾ കാണാൻ പറ്റില്ല, അതുപോലുള്ള സാധനങ്ങൾ മുഴുവൻ അവിടെ വലിച്ചെറിയും. നമുക്ക് എന്തെങ്കിലും സാധനം കീറക്കടലാസിൻ്റെ അതിൻ്റെ ആ മൂലയ്ക്ക് വലിച്ചെറിയും. അവിടെ എന്തെങ്കിലും അശുഭകരമായിട്ടുള്ള മാലിന്യം ഉണ്ടെങ്കിൽ തൽക്കാലം പുറത്തു കൊണ്ട് കളയാൻ മടി, അത് അവിടെ വലിച്ചെറിയും. അങ്ങനെ പൊടി പടലവും അശുഭകാരികളായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അതിനകത്തുണ്ടാകും. പക്ഷേ വർഷത്തിലൊരിക്കൽ അതൊരു ആചാരപ്രധാനമായിട്ടുള്ള കാര്യമായിട്ട് അതെല്ലാം മടിച്ചു വാരി കൂട്ടി, അന്ന് ചാണകം മെഴുകിയ തറകളാണെന്നുണ്ടായിരുന്നത്, അവിടേക്ക് ചാണകം മെഴുകി വൃത്തിയാക്കി ചൂലക്കിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി ചാണകം മെഴുകി അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോയിട്ട് അവർ പുറത്തേക്ക് കളയും. അതെങ്ങനെ? ചേട്ടാ ഭഗവതി പോ എന്ന് പറഞ്ഞിട്ടാണ് കളയുക. ചേട്ടാ ഭഗവതി പോ. അതിനപ്പുറം ചീപ്പോതി വാ എന്ന് പറഞ്ഞ് വീണ്ടും നിലവിളക്ക് കൊളുത്തി പുറത്തുനിന്ന് നിലവിളക്ക് കൊളുത്തി അകത്തേക്ക് കയറ്റി വയ്ക്കും. ചീപ്പോതിഞ്ചാൽ ശ്രീ ഭഗവതി, ഐശ്വര്യ ദേവത, അത് ഉള്ളിലോട്ട് വരട്ടെ. ജ്യേഷ്ഠാ ഭഗവതി, എല്ലാത്തരം അശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൾ ഇവിടുന്ന് പോട്ടെ എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ മുഴുവൻ വല്ല കാടിനകത്തോ അല്ലെങ്കിൽ വല്ല ചീഞ്ഞു കിടക്കുന്ന കുളത്തിനകത്തോ പൊട്ടക്കുളത്തിനകത്തോ അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിനകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചു മൂടുന്നു എന്നാണ് സാധനം. അത് വർഷത്തിലൊരിക്കൽ ചെയ്യുന്നത്, അത് ദൈവികമായിട്ട്, അതൊരു ദൈവിക കൽപ്പന എന്നുള്ള നിലയായതുകൊണ്ട് എല്ലാവരും അത് ചെയ്യുമെന്നർത്ഥം. അപ്പോൾ അതൊക്കെ അത്തരം കാര്യങ്ങൾ നൈമിത്തികമായിട്ട് വരുന്ന കർമ്മങ്ങൾ. ഒരാൾ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ അറിഞ്ഞിരിക്കണം എന്നർത്ഥം. നിത്യകർമ്മങ്ങൾ വർഷത്തിലൊരിക്കലാണെങ്കിലും എല്ലാ വർഷവും നിത്യമായിട്ട് വരുന്നതുകൊണ്ട് അതിന് നിത്യകർമ്മം എന്നാണ് പറയുക. നൈമിത്യകർമ്മം എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നത്, മരണമായിരിക്കാം, ജനനമായിരിക്കാം, നിത്യാദി കാര്യങ്ങളായിരിക്കാം. അപ്പോൾ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന രീതിയിൽ പലപ്പോഴും എന്തായാലും പറയും, ഓണം, വിഷു, തിരുവാതിര, അതുപോലെ തന്നെ ശിവരാത്രി എന്നിത്യാദി കാര്യങ്ങൾ വരുമ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലുള്ള ആചാരങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധന സാമഗ്രികൾ, ചിലപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കണം, അതിനുള്ള അറിവ് വേണം. ആ സമയത്ത് അടുത്ത ആഴ്ച അടുത്ത 8-ാം തീയതിയാണ് തിരുവാതിര എന്നിത്യാദി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് സാരം. അത് ഈ സ്മൃതി എന്ന് പറഞ്ഞ ഗുണം ഉള്ള സ്ത്രീ അഥവാ ഒരു കുലസ്ത്രീ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്.
നൈമിത്യ കർമ്മങ്ങൾ സ്വയം അറിഞ്ഞിരിക്കുന്നു. അതിനനുസരിച്ചുള്ള കർമ്മങ്ങളിൽ അവർ വ്യാപൃതരാകുന്നു, മറ്റുള്ളവരോടും പറയുന്നു. അപ്പുറത്തെ വീട്ടുകാരോട് ചോദിച്ചു നോക്കൂ, അടുത്ത തിങ്കളാഴ്ചയാണ് കേട്ടോ തിരുവാതിര, അല്ലെ അടുത്ത തിങ്കളാഴ്ചയാണ് കേട്ടോ ഏകാദശി, അല്ലെ അടുത്ത തിങ്കളാഴ്ചയാണ് കേട്ടോ എന്തായാലും പറയും മറ്റേ സൂര്യഗ്രഹണം. എന്നിട്ട് അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. സൂര്യഗ്രഹണത്തിന് വീടും വാതിലൊക്കെ അടച്ചിട്ട് ആ സമയത്ത് ആഹാരം ഒന്നും വയ്ക്കാൻ പാടില്ല കേട്ടോ. ആ സമയത്ത് പാത്രങ്ങളൊക്കെയും കാലിയാക്കണം. അതിലൊരു ആഹാര പദാർത്ഥം ഉണ്ടാവാൻ പാടില്ല, പച്ചവെള്ളം പോലും ഉണ്ടാവില്ല. കാരണം സൂര്യഗ്രഹണത്തിന് തുറന്നു വെച്ച പാത്രത്തിൽ വെള്ളം കുടിച്ചാൽ പിന്നെ അത് വിഷമായിരിക്കും എന്നൊക്കെയും പറഞ്ഞ് അങ്ങനെയുള്ള ചില സങ്കല്പങ്ങൾ. അതിൽ സത്യങ്ങളുണ്ടോ എന്നൊന്നും നമ്മൾ ഇപ്പോൾ തിരയേണ്ട ആവശ്യമില്ല. അപ്പം ആയതുകൊണ്ട് തന്നെ സ്വയം ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഒരു അങ്ങനെ ചെയ്യുന്നവരിൽ വിളങ്ങുന്ന ദേവതാ സ്വരൂപമാണ് സ്മൃതി അഥവാ സ്മൃതി. പൂർവികരുടെയും പൂർവ്വസൂരികളുടെയും അവരുടെ സത്പ്രവൃത്തികളുടെയും ഓർമ്മയുണ്ടാകണം എന്നർത്ഥം. മരിച്ചുപോയ കാരണവന്മാരുണ്ടാകും. കുട്ടികൾ എന്തെങ്കിലും നശിപ്പിക്കുമ്പോൾ പറയാം, മക്കളെ ദേ ഇങ്ങനെയൊന്നും നടക്കരുത് കേട്ടോ, നമ്മുടെ കാരണവന്മാർ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ച് ആ രീതിയിൽ കുരുവി കൂട്ടി വയ്ക്കുന്ന പോലെ കൂട്ടി വെച്ചുണ്ടാക്കിയ സ്വത്താണ് നീ ഇപ്പോൾ കഴിയുന്ന വീടും അതിൻ്റെ ചുറ്റുമുള്ള ആ പറമ്പും. അതൊന്നും നശിപ്പിക്കാനുള്ളതല്ല, അതിൽ കൂട്ടിച്ചേർത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കൽ പോലും പൂർവ്വസൂരികളിൽ കാരണവന്മാരുണ്ടാക്കിയ സ്വത്ത് അത് എടുത്തെടുത്ത് നശിപ്പിക്കുന്നവരാണ് പിശാചുക്കൾ. അതായത് ചത്ത ശവത്തെ തിന്നുന്നവർ, പിശം, അതിനെയാണ് അജിക്കുന്നവരാണ് പിശാചികളെന്ന് പറയുക. അപ്പം ആയതുകൊണ്ട് നോൺ വെജിറ്റേറിയനേക്ക് അങ്ങനെയാണ് പറയുക, പിശാചികളെന്ന് പറയുക. അതുകൊണ്ട് അകമായിട്ട് വരുന്നവരല്ല. അപ്പോൾ മരിച്ചുപോയ ആളുകളുടെ ബാക്കി പത്രം അതിൽ നിന്ന് വിറ്റ് തിന്നുന്നവർ, ഇരുന്ന് തിന്നുന്നവർ പിശാചുക്കളാണെന്നാണ് പറയുക. കാരണം അവരെ കാരണവന്മാരെ അവർ തിന്നുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് ആ കാരണവന്മാർ ഉണ്ടാക്കി വെച്ചതിൻ്റെ മേലെ ഉണ്ടാക്കി വെക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴോ, ഞാൻ മദ്രാസിൽ പോയ സമയത്ത് അവിടെ ഒരു പ്രശസ്തരായിട്ടുള്ള ഒരു തറവാട്ടുകാരാണ് അവർ വീടിനകത്ത് 400 പരം പവൻ സ്വർണം ഇരിക്കുന്നുണ്ട്. അത് പല തലമുറകളായിട്ട് അവരത് ഉപയോഗിക്കില്ല, അതിൽ കൂട്ടി വയ്ക്കുകയുള്ളൂ. പിന്നീട് അവർ ചെയ്തത് അതുകൊണ്ടൊരു അനാഥാലയം പണിതു. ഇതിൽ കൂട്ടി വയ്ക്കുന്നത് വേറൊരു തെറ്റല്ലേ, പക്ഷേ 3-4-5 തലമുറയായിട്ട് കൂട്ടി വെച്ചാൽ സ്വത്തെടുത്ത് പിന്നെ ഒരു അനാഥാലയം പണിയാണ് ചെയ്തത്. അപ്പോൾ നല്ല കാര്യം, വലിയൊരു കാര്യം. പറഞ്ഞു വരുന്നത്, കാരണവന്മാരുണ്ടാക്കിയത് അനുഭവിക്കുകയല്ല ചെയ്യേണ്ടത്. അവരുണ്ടാക്കി വെച്ച കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത് അത് നശിപ്പിക്കാനല്ല, അതിനെ പൂർവാധികം ശക്തിമത്താക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പൂർവികരുടെ ചെയ്തികൾ, അവരുടെ സത്പ്രവർത്തികൾ, അതെല്ലാം പൂർവികരായിട്ടുള്ള ആൾ, പൂർവ്വസൂരികളായിട്ടുള്ള ആളുകൾ, ആചാര്യന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ പ്രവൃത്തികളെ അത് ഓർമ്മയിൽ ഉണ്ടാകണം. അത് അടുത്ത തലമുറയിലേക്ക് വഴികാട്ടിയാക്കത്തക്ക വിധത്തിൽ അവർക്ക് പകർന്നു കൊടുക്കണം. ആ ഒരു ഗുണത്തിൻ്റെ പേരാണ് സ്മൃതി. മേധ, ഗ്രന്ഥധാരണ ശക്തി എന്നാണ് പറയുക. ഗ്രന്ഥധാരണ ശക്തി, ഗ്രന്ഥത്തിലടങ്ങിയ ആപ്തന്മാരുടെ ആദേശ ഉപദേശങ്ങൾ അത് കേൾക്കുന്നു, അത് മനസ്സിലിട്ട് മനനം ചെയ്യുന്നു. നിധിധ്യാസനാദി കാര്യങ്ങൾ, അതിൽ നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയുന്ന കാര്യങ്ങൾ അത് ഏറ്റുവാങ്ങി അതിൽ നിലകൊള്ളുന്നു. ശ്രവണ മനന നിധിധ്യാസനങ്ങൾ, അങ്ങനെ അതിനെ നമ്മളുടെ ഭാവമാക്കി മാറ്റുന്നു. സാരം ഗ്രന്ഥങ്ങൾ വേണ്ടത്രയുണ്ട്. ഏത് മതക്കാരെ എടുത്താലും അവർക്ക് അവരുടെ പ്രമാണ ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ജീവിത സംബന്ധിയായിട്ടുള്ളതാണ്, ജീവന സംബന്ധിയായിട്ടുള്ളതാണ്, മാനവികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ കാര്യങ്ങൾ, അതിൽ പറയുന്ന ആദേശോപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു, മനനം ചെയ്യുന്നു, അത് നമ്മളിൽ ഉറപ്പിക്കുന്നു. ആ ഒരു ശേഷിയാണ് നമ്മൾ മേധ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറയും സ്ത്രീകൾക്ക് വേദം പാടില്ല, സ്ത്രീകൾ അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ഗാർഗി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ബൃഹദാരണ്യോപനിഷത്തിലുള്ളതാണ്. ഗാർഗി, അതുപോലെ മണ്ഡനമിശ്രൻ്റെ ഭാര്യയായിട്ട് ശങ്കരാചാര്യരെ വെല്ലുവിളിക്കാൻ വന്നിരുന്ന മണ്ഡനമിശ്രൻ്റെ പ്രിയപത്നിയാണ് ഭാരതി. ഇവരൊക്കെയും സംഗ്രഹത്തിനായിട്ട് പുരുഷ കേസരികളോടൊപ്പം പലപ്പോഴും അവരുടെ മേലെ യാജ്ഞവൽക്കനെയും ചോദിച്ച് യാജ്ഞവൽക്കനെ കുഴപ്പിച്ചവളാണ് ഗാർഗി. ബ്രഹ്മവാദിനിയാണ് ഗാർഗി. മൈത്രേയി, യാജ്ഞവൽക്യ മഹർഷിയുടെ ഭാര്യയാണ്, ബ്രഹ്മവാദിനിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ അവരുടെ കായബലം കൊണ്ടല്ല,
അവരുടെ വാഗ്ബലം കൊണ്ട്, അവരുടെ വചനബലം കൊണ്ടാണ് അവർ ലോകത്തിൻ്റെ ഗതിയെ അവരിലേക്ക്, അവരുടെ ഇംഗിതത്തിനനുസരിച്ച് മാറ്റിയത്. അടുത്ത ദേവതാസ്വരൂപമായിട്ടുള്ള ഗുണമാണ് ധൃതിഹി. ധൃതിഹി എന്ന് പറഞ്ഞാൽ ഒറ്റത്തിൽ നമുക്ക് ധൈര്യം എന്ന് പറയാം. വേറെ പല അർത്ഥങ്ങളുണ്ട്. വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യം ഉറപ്പിച്ചുകൊണ്ട് അതിലേക്ക് പാഞ്ഞടുക്കുവാനുള്ള ഒരു ത്വര, അതാണ് ധൃതി. നമ്മൾ പറയില്ലേ എന്താ ധൃതിയിൽ പോണേ ചോദിക്കും. അത് വേഗം എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ധൃതിയിൽ പോകുന്ന മുഴുവൻ വേഗത്തിലായിരിക്കും വേറെ കാര്യം. ഇപ്പോൾ ധൃതിയിൽ പോകാനുള്ള ഒരു കാരണം, ഒരാൾ ഭയങ്കരമായിട്ട് ഓടുകയാണ്, ഭയങ്കര വേഗത്തിൽ പോവുക. അപ്പോൾ എന്താ ഇത്ര വേഗം എന്നല്ല ചോദിക്കുക, എന്താ ഇത്ര വേഗത്തിൽ ഓടണേ, എന്താ ഇത്ര ധൃതിയിൽ ഓടണേ എന്ന് ചോദിക്കുക. ആ ധൃതി എന്താണെന്നറിയോ? ആനയാണ്. ധൃതി ആനയോ? അതെ. ഞാൻ വേഗത്തിൽ ഓടുന്ന എന്താണെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? അത് ധൃതിയുള്ളത് കൊണ്ടാണ്. ധൃതിയുള്ളത് കൊണ്ട് വേഗത്തിൽ ഓടുന്നു. അപ്പോൾ രണ്ടർത്ഥം. എന്താണ് ധൃതി? ആനയാണ് ധൃതി. അതെന്താ അങ്ങനെ? ദേ പുറകിൽ നോക്ക്, ദേ ഒരു ആന വരണം കണ്ടില്ലേ, മതിച്ചു വരണം കണ്ടില്ലേ? അതാണ് എൻ്റെ വേഗം കൂട്ടിയത്. എൻ്റെ വേഗം കൂട്ടാനുള്ള എലിമെൻ്റ് ധൃതി, അത് ഈ ആനയാണ്. ആനയുടെ വരവാണ്. അതിലൂടെ എന്നിലുണ്ടായ വെപ്രാളം, എന്നിലുണ്ടായ ഭയം. അപ്പോൾ ധൃതി എന്ന് പറയുമ്പോൾ വലിയൊരു ലക്ഷ്യം കണ്ടിട്ട്, എനിക്കിത്രയേ ജീവിതമുള്ളൂ, 100 വയസ്സ് വരെ ജീവിതമുള്ളൂ. ഉത്പസ്യതേ മമജ കോപിധർമ്മ കാലോഹ്യം നിരവധിർ വിഭ്രാജപ്രതി. വലിയ ഈ ലോകം വളരെ വലുതാണ്. ഇപ്പൊക്കെ ചെറുതായില്ലേ ലോകം, വളരെ വലുതാണ് ലോകം. നടന്ന് നമുക്കൊരു റൗണ്ട് അടിക്കാൻ പറ്റില്ലല്ലോ, വളരെ വലുതാണ്. ആയുസ്സും 100 വയസ്സ് ആയുസ്സും ഉണ്ട്. അതിനുള്ളിൽ ഈ കാര്യം നമ്മൾ നേടിയെടുത്തേ മതിയാകൂ. അല്പായുസാണ്. കാരണം കുട്ടികൾക്ക് ഇതിനെ അറിയില്ല. അത് അമ്മയുടെ അച്ഛന് കൈ പിടിച്ച് നടക്കും. വയസ്സായി കഴിഞ്ഞാൽ മേധകൾ 3 നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു കാലഘട്ടത്തിൽ ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ഠക എന്ന് പറയും. ആ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ആ വലിയ ലക്ഷ്യത്തെ കാണാനും അതിനെ മനസ്സുറപ്പിച്ച് അതിലേക്ക് പാഞ്ഞെടുക്കുവാനുള്ള ധൃതി കാണിക്കാൻ, ത്വര കാണിക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്നർത്ഥം. അതിൽ സ്ഥിരത ഉൾക്കൊള്ളുമ്പോൾ അതിന് സ്ഥൈര്യമെന്നായി. ധൃതിക്ക് സ്ഥൈര്യമെന്നും പേരുണ്ട്. അതുകൊണ്ട് തന്നെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള ശേഷികൾ, ആന്തരികമായിട്ടും ഭൗതികവുമായിട്ടുള്ള തൻ്റെ ശേഷി എന്താണ്? 2 കാലുമില്ല. ഭൗതികമായിട്ടുള്ള ശേഷിക്കുറവ്. അവർക്ക് ഒരിക്കലും PT ഉഷയാകാൻ കഴിയില്ല. രണ്ട് കാലുകളില്ല. PT ഉഷയാകാൻ പറ്റും. ഒരാളുടെ ശബ്ദം എൻ്റെ ശബ്ദം പോലെയാണ്, യേശുദാസിൻ്റെ പോലെയാകുമോ? പാടാനൊക്കെ അറിയാമെന്ന് വെച്ചോളൂ. ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. പാടുമ്പോൾ ആൾക്കാർ എണീറ്റ് പോകും. അപ്പോൾ ശബ്ദമുഹിമയില്ലാത്തവൻ പാട്ടുകാരനാവാൻ പാടില്ല. അപ്പോൾ ആരാണ് താൻ? എന്താണ് തൻ്റെ വിഭൂതികൾ? ആ ഒരു കാര്യം ആന്തരികവും ഭൗതികവുമായിട്ടുള്ള വിഭൂതികൾ കൃത്യമായിട്ടും കണ്ടറിഞ്ഞ് അതിനനുസരിച്ചൊരു കർമ്മം മണ്ഡലം നിർണയിച്ചുറപ്പിച്ച് അവിടെ മനസ്സാ വചസാ കർമ്മണ അധ്വാനിച്ച് ഉറച്ചു നിൽക്കുമ്പോൾ അതിനെ നമുക്ക് ധൃതി എന്ന് പറയാൻ പറ്റും, സ്ഥൈര്യം എന്ന് പറയാൻ പറ്റും. പ്രശ്നങ്ങളെ നേരിടാനുള്ള വിപഥി ധൈര്യം എന്നും പറയാൻ പറ്റും. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ചില ആൾക്കാർ വീണു പോകാറുണ്ട്. ആ പ്രശ്നം ലോകത്തിലെല്ലാവർക്കും പ്രശ്നമുണ്ട്. എനിക്കുണ്ടായ പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നം അപ്പുറത്തെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഓർത്തുകൊണ്ട് എൻ്റെ പ്രശ്നം ഇത്രയല്ലേ ഉള്ളൂ, നമുക്കതിനെ തരണം ചെയ്യാം എന്ന് പറയുന്ന വിപതി ധൈര്യം, അതിലേക്ക് നമുക്ക് ധൃതി എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഉത്തമമായ ഒരു സ്ത്രീ അല്ലെങ്കിൽ കുലമഹിമയുള്ള കുലസ്ത്രീ ആണെങ്കിൽ ഉത്തമമായുള്ള പ്രവൃത്തിയിൽ മധ്യമ അധമ അല്ലാത്തവൾ, ഉത്തമയായവൾ എന്നർത്ഥം. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടുന്നു. പ്രശ്നം വരുന്നവരെ വലിയ വർത്തമാനം പറയും. പ്രശ്നം വരുമ്പോൾ അതാണ് മധ്യമ രീതിയിൽ ചിന്തിക്കുന്നവർ. കാര്യത്തിൽ ഇറങ്ങിയപ്പോഴപ്പോഴും പകുതിക്ക് വെച്ച് പറയുമോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, ഞാൻ തിരിച്ചു പോവുക. പിന്നെ വേറൊരു കൂട്ടം ആൾക്കാരുടെ ഇറങ്ങി തിരിക്കേണ്ടിയില്ല, അതാണ് അധമ ചിന്താഗതി. പിന്നെ വേറൊരു കൂട്ടം ആൾക്കാരുടെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് കടമ്പകളുണ്ടെങ്കിലും ആ കടമ്പകളെ മറികടന്ന് താൻ എന്താണ് ഉദ്ദേശിച്ചത് നേടിയെടുത്ത് മാത്രം പിന്മാറുന്നവളാണ് ഉത്തമ. അതിലേക്ക് വേണ്ടുന്ന ഭാവമാണ് ധൃതിഹി. 2 കണ്ണുമില്ലാത്ത ഹെലൻ കെല്ലർ 3-4 തവണ ലോകം ചുറ്റിയിട്ടുണ്ടത്രേ. സാവിത്രി തൻ്റെ ഭർത്താവിനെ പിടിച്ചു കൊണ്ടുപോയ കാലപുരി വരെ പിന്നാലെ പോയി. അവസാനം കാലിന് മനസ്സിലായി ഇത് വല്ലാത്ത പൊല്ലാപ്പാണല്ലോ എന്ന് പറഞ്ഞ് സത്യവാനെ വിട്ടുകൊടുത്തു. ആ കഥയും ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ക്ഷമ. മാനാപമാനങ്ങളിൽ ചിത്തവിക്ഷോഭമില്ലാതിരിക്കുക. എല്ലായിടത്തും അപമാനം ഉണ്ടാവും, മാനം ഉണ്ടാവും, നമുക്ക് സങ്കടങ്ങളുണ്ടാകും.
അത് നമ്മുടെ ചെയ്തികളെ കൊണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അത് ഓർത്ത് വിലപിക്കാതെ സംഭവിച്ചു പോയി, അത്ര തന്നെ. മാനമുണ്ടാകുമ്പോഴും അപമാനമുണ്ടാകലും ചിത്തവിക്ഷേപം ഇല്ലാതിരിക്കുക എന്നർത്ഥം. അതിനാണ് അവികൃത ചിത്തം എന്ന് പറയുക. ചിത്തം വികൃതമായി പോകാതിരിക്കുക. സീത അശോകവനത്തിലിരുന്നത് അങ്ങനെയാണ്. തൻ്റെ ഭർത്താവായിട്ടുള്ള ശ്രീരാമൻ വരുന്നത് വരെ അവരവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്തത് എന്നർത്ഥം. അവിടെയാണ് ശോകം പോലും അവർ മനസ്സിൽ കാണിച്ചില്ല. ശോകം കാണിച്ചാൽ ചിത്തവിക്ഷോഭം വരും, അവർ കരയും, അവരുടെ ധർമ്മപ്രവൃത്തിയിൽ നിന്ന് അവർ ചിലപ്പോൾ വിട്ടുപോയെന്ന് വരും. ആയതുകൊണ്ട് തന്നെ ശോകമില്ലാത്ത വനം. അവർ ചെന്നപ്പോൾ ആ വനത്തിലെ ശോകമില്ലാതായി മാറിയെന്നാണ് പറയുക. കുടുംബ ഭദ്രതയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമായിട്ടൊരു കാര്യമാണ്. കുടുംബം എന്ന രാഷ്ട്രത്തിൻ്റെ അവിടെ രാജാവുണ്ട്, അതാണ് അവരുടെ ഭർത്താവ്, കുടുംബത്തിലെ കാരണവർ. ഇവർ പ്രധാനമന്ത്രിയാണ് രാജാവിനെ ഉപദേശിക്കേണ്ടത്. ആ പ്രധാനമന്ത്രിക്ക് ക്ഷമയില്ലെങ്കിലോ? ആയതുകൊണ്ട് കുടുംബം എന്ന രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിയാണ് ഭർത്താവ്, മക്കൾ, മറ്റംഗങ്ങൾ, കാരണവന്മാർ, അച്ഛനമ്മ. അവരാണ് പ്രജകൾ. അവരുടെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ, അതിലെ വൈവിധ്യങ്ങൾ, അതെല്ലാം കണ്ടറിഞ്ഞ് ക്ഷമയോടെ പിന്തുടർന്ന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നവൾ. അതാണ്, ആ ഒരു ഗുണത്തെയാണ് നമ്മൾ ക്ഷമ എന്ന് പറയുന്നത്. ഒരു കുലസ്ത്രീക്ക് ഉണ്ടാവുന്ന മറ്റൊരു ഗുണം. പണ്ടൊക്കെ കാരണവർ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലെ കാരണവർ വീടിൻ്റെ പുറത്തായിരിക്കുക, ഒരു കസേരയിലിങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ പീഠത്തിലിരിക്കും. അവിടെ മരുമക്കളൊന്നും കടന്നു ചെല്ലില്ല. അച്ഛാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ കടന്ന് മുത്തച്ഛൻ്റെ അടുത്ത് നിന്ന് കടന്ന് ചെല്ലുന്നില്ല. മുത്തച്ഛൻ്റെ ശബ്ദം അവിടെ കേട്ടവരെല്ലാവരും കൂടെ ഓടും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും മുത്തച്ഛനോട് ചോദിക്കാനുണ്ടെങ്കിൽ അമ്മൂമ്മയോടാ പറയുക. അമ്മൂമ്മ സമയവും കാലവും നോക്കി മുത്തച്ഛൻ്റെ ആ നല്ല മനസ്സടക്കമുള്ള സമയം നോക്കിയിട്ട് ഈ കാര്യം അവിടെ പറയും. അങ്ങനെയാണ് പണ്ട് ചെയ്തിരുന്നത് എന്നർത്ഥം. അപ്പം ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മുത്തശ്ശിമാർ, അങ്ങനെയുള്ള അമ്മമാർ, അവർ ക്ഷമയോടെ കാര്യങ്ങൾ, മക്കളെന്ന് പറയും, അമ്മേ ഇതെനിക്കിങ്ങനെ കാര്യം വേണം, നീ ഒന്ന് അടങ്ങ്, ഞാൻ സമയവും കാലം വരുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ കാര്യം നേടിത്തരാം. ഈ രീതിയിൽ ക്ഷമയോട് കൂടിയിട്ട് അവിടെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു വീട്ടിൽ പണ്ടത്തെ പോലെ ഇന്നത്തെ പോലെ പണ്ട് 30, 40, 50 ആൾക്കാരുടെ ഒരു വീട്ടിലുണ്ടാകും. കൂട്ടുകുടുംബങ്ങളാണല്ലോ. അപ്പോൾ അവിടെ വൈവിധ്യങ്ങളുണ്ടാകും, അവരുടെ നിലപാടുകൾ വ്യത്യാസം ഉണ്ടാകും, അതിൻ്റെ പേരിൽ മുറുമുറുപ്പുണ്ടാകും. അവിടെ ആ മുറുമുറുപ്പ് അത് കൂടി വരാതിരിക്കാൻ വേണ്ടി ക്ഷമയോടുകൂടി കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി വയ്ക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയിലുണ്ടാകുന്ന ക്ഷമ എന്ന് പറഞ്ഞ ഗുണവും ഞാനാണ്. ഈശ്വരൻ പറയുകയാണ്, അതും അഹമസ്മി, ഞാൻ തന്നെയാണ്. ആ ഗുണം ഞാൻ തന്നെയാണെന്നാണ് പറയുന്നത്. ഏത് പരിതസ്ഥിതികളെയും പതറാതെ നേരിടാനുള്ള ധൈര്യം, മനസ്സടക്കം. ഹൈപ്പർ ടെൻഷനില്ല. ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ തുള്ളിച്ചാടൽ, അതും അപകടം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. വല്ലാതെ സന്തോഷിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. ലോട്ടറി ടിക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആൾ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേട്ടമുണ്ടാകുമ്പോൾ ഒരു ഹൈപ്പർ മനസ്സുണ്ടാകാതിരിക്കുക. അതുപോലെ നഷ്ടമുണ്ടാകുമ്പോഴും അതോടുകൂടി പണി തീർന്നു. അപ്പം ആയതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടിനെയും ഒരുപോലെ ഏറ്റുവാങ്ങുന്ന ആ ഒരു ഗുണത്തിനാണ് ക്ഷമ എന്ന് പറയുക. കീർത്തി ശ്രീർവാക്ച നാരേണാം സ്മൃതിർമേധാധൃതിക്ഷമ. ഇതാണ് 7 ഗുണങ്ങൾ. ഇത്രയും വിഭൂതികൾ ഏതൊരു ഉള്ളിൽ സമ്മേളിക്കുന്നുവോ അവളാണ് വാസ്തവത്തിൽ സൗഭാഗ്യവതിയായിട്ടുള്ള സ്ത്രീ, കുലസ്ത്രീയായിട്ടുള്ള സ്ത്രീ, അഥവാ സ്ത്രീ രത്നം അവൾ തന്നെയാണ്. ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇത്രയും കാര്യങ്ങൾ സ്ത്രീ വാചകങ്ങൾ ചേർത്താണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഇതത്രയും പുരുഷന്മാർക്കും ആവാഹിച്ചെടുത്ത് സ്വയം ഈശ്വരത്വ ഭാവന ചെയ്യാവുന്നതാണ്. നമസ്കാരം.